നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ഇപ്പോൾ വീണ്ടും എന്നോട് പറയുന്നത് വെച്ചാൽ, ഈ ഗൾഫിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ജോൺ അബ്രഹാമിൻ്റെ സാറ് ഓർമ്മിച്ചിട്ടത് വളരെ നന്നായിരിക്കും സാർ. ഇതുപോലെ ഈ മൺമറഞ്ഞ പ്രതിഭകളെയൊക്കെ സാർ ഇടയ്ക്കിടയ്ക്ക് ഇട്ടാൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. എനിക്ക് സത്യത്തിൽ ജോൺ അബ്രഹാമിനെ കുറിച്ച് നേരത്തെ തന്നെ പറയണമെന്നുണ്ടായിരുന്നു. ജോൺ അബ്രഹാം മാത്രമല്ല, നമ്മൾ മൺമറഞ്ഞ പ്രതിഭകൾ അനവധി അഭിനയ രംഗത്ത്. ക്യാമറാമാൻ എത്ര പേരുണ്ടെന്നറിയോ? ഒത്തിരി അധികമുണ്ട്. നമ്മുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത തന്നെ ആനന്ദക്കുട്ടൻ ഏത് സംവിധായകരുടെ കൂടെ കൂടിയാലും, ഫാസിൻ്റെ കൂടെ കൂടിയാൽ അതുപോലെ, ശ്രീനിവാസൻ്റെ കൂടെ കൂടിയാൽ അതുപോലെ, എന്നോടൊപ്പം അങ്ങനെ, റാഫി മെക്കാൻ്റെ കൂടെ പോയാൽ അങ്ങനെ. ആ രീതിയിൽ ഏത് സംവിധായകരുടെ കൂടെ പോയാലും ഈ വെള്ളം ഒരു പാത്രത്തിലൊഴിക്കുമ്പോൾ ഏതെല്ലാം ആകൃതി എന്ന് പറഞ്ഞായിരുന്നു ആനന്ദക്കുട്ടൻ. നല്ല മിടുക്കനായ ക്യാമറാമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രാമേന്ദ്രബാബുവാണ്. രാമേന്ദ്രബാബു സാറായിരുന്നു എനിക്ക് എന്ന് നാഥൻ്റെ നിമ്മിയിൽ ക്യാമറമാൻ. അദ്ദേഹം എത്ര വലിയ ക്യാമറമാനെന്ന് പറയും, എന്തെല്ലാം സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആനന്ദക്കുട്ടൻ്റെ പ്രത്യേകത വെച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച രാമേന്ദ്രബാബു സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ചെയ്തതും കൊമേഴ്സ്യലായിട്ട് കുറേ പടങ്ങൾ ചെയ്തതിനും എല്ലാം കൂടെ ആ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ, ഏത് രീതിയിലും പുള്ളിക്കാരൻ്റെ ക്യാമറ ചലിപ്പിക്കാം അറിയാമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ 25 ചിത്രങ്ങളോളം അസോസിയേറ്റ് ആയിരുന്നു. അതിനുമുമ്പ് ക്രോസ് മെറ്റ് മണി സാറിൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹം വിഭിന്നങ്ങളായ ചിത്രങ്ങൾ എടുക്കുന്ന ആളായിരുന്നു. അവിടെ എൻ്റെ സീനിയറായിരുന്നു, അസോസിയേറ്റ് ആയിരുന്ന ജോഷി. അദ്ദേഹം മണി സാറിൻ്റെ കൂടെ നിന്ന് മാറിയ ശേഷം ജോഷി എന്തെല്ലാം ടൈപ്പ് സിനിമകളാണ് എടുക്കുന്നത്. അതുപോലെ ഞാനും ലവ് സ്റ്റോറി എടുക്കും, ഫാമിലി സബ്ജക്റ്റ് എടുക്കും, ആക്ഷൻ എടുക്കും, എല്ലാം എടുക്കും. അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കിട്ടുന്നൊരു ക്ലാസ്സാണ്. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളങ്ങനെ എടുക്കും. അപ്പോൾ അങ്ങനെ എടുത്ത് പറയുന്ന കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരെക്കുറിച്ച് ഇനി എപ്പോഴെങ്കിലും ഞാൻ പറയാം. ഇപ്പോൾ അവരൊക്കെ ആവശ്യപ്പെടുന്നു, സാറിൻ്റെ കുറേ ചിത്രങ്ങൾ അഭിനയിച്ചതല്ലേ ഞങ്ങളുടെ മമ്മൂട്ടി സാറിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞുകൂടെയെന്ന്. ഞാനെന്താണ് പറയാൻ? മമ്മൂട്ടി ഈസ് ഗ്രേറ്റ്. അദ്ദേഹത്തെക്കുറിച്ച് ആവാല വൃദ്ധം ജനങ്ങൾക്ക് അറിയാം. പിന്നെ ഞാൻ എന്ത് പറയാനാണ്? എൻ്റെ 8 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ഒന്നും മതിയല്ലോ. എൻ്റെ സ്നേഹമുള്ള സിനിമത്തിലെ വൈശാഖൻ, അത് പോരെ? അങ്ങനെ എത്ര സിനിമകൾ അദ്ദേഹത്തിൻ്റെ. ഇപ്പം എന്താ അവസാനം ഭ്രമയുഗം, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിനുശേഷം ടർബോ എന്ന സിനിമത്തിൽ എന്തോ കലക്കിരിക്കുകയല്ലേ. ഇനി ഞാൻ എന്ത് പറയാനാണ്? പിന്നെ നിങ്ങളുടെ നിർബന്ധം കൊണ്ട് കുറച്ചൊക്കെ ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കാണുന്ന ഒരു ആരാധകനാണ് ഞാൻ, നിങ്ങളെപ്പോലെ തന്നെ. അദ്ദേഹത്തിൻ്റെ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാരാ ഉള്ളത്? ഒരു പഴശ്ശിരാജ ആയാലും ശരി, ഒരു വടക്കൻ വീരഗാഥ ആയാലും ശരി, എന്തിന് ചതിയൻ ചന്തു എന്നല്ലേ നമ്മൾ സാധാരണ പറഞ്ഞത്. ചുരുക്കന്മാർ കൊടുക്കാത്തവൻ ചന്തു, ആ ചന്തു ഈ ചന്തു എന്ന് പറയുന്നത് എന്തെല്ലാം മോശമാണ്. MD എന്ന് പറയുന്ന ആ 2 അക്ഷരത്തിൻ്റെ ആ മഹാപ്രതിഭ MD വാസുദേവൻ നായർ, ഞങ്ങൾ വാസുവേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ വലിയ അടുപ്പമൊന്നുമില്ല, ദൂരെ കണ്ടുള്ളതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് അടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. ഞങ്ങൾ ദൂരെ കണ്ട് ബഹുമാനിക്കുന്ന ആളാണ് ആ MD വാസുദേവൻ സാറ്. MD വാസുദേവൻ നായർ സാറിൻ്റെ എല്ലാ കഥകളിലെയും പ്രധാന കഥാപാത്രം മമ്മൂട്ടിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ തന്നെ ആദ്യകാല ചിത്രങ്ങളിലോട്ട് തന്നെ വിൽക്കാറുണ്ട് സ്വപ്നങ്ങൾ, മേള, പിന്നെ എന്തെല്ലാം സിനിമകളാണ്. ഇപ്പോഴും മമ്മൂട്ടി പറയും, എനിക്ക് MD സാറിൻ്റെ പടങ്ങളിൽ അഭിനയിക്കുമ്പം ഏത് കഥാപാത്രമായാലും എനിക്ക് രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു പരകായ പ്രവേശനം, അദ്ദേഹത്തിൻ്റെ വായനയിൽ തന്നെ ഇതിലൊരു ആ കഥാപാത്രമായിട്ട് മാറും. അതാണ് ചന്തു. അപ്പം എന്താ പറഞ്ഞില്ല, വേറെ ആരഭിനയിച്ചാലും ശരി, ഒരു വില്ലൻ വേഷം അഭിനയിക്കുന്ന ആൾ ചന്തുവായിട്ട് അഭിനയിച്ചാൽ നമ്മൾ എന്ത് വിചാരിക്കുന്നത്? അത് വില്ലനാണ്. പക്ഷേ മമ്മൂട്ടി ഒരു വരവ്, ചന്തു കൂടെ അഭിനയിക്കുന്ന അഭിനേത്രി, ആ പാട്ടുണ്ടല്ലോ ജയകുമാർ സാറിൻ്റെ വരികൾക്ക് എന്ത് പ്രാവശ്യം കേട്ടാൽ മതിയാവില്ല. അദ്ദേഹത്തിൻ്റെ ഘനഗംഭീരമായ ഒരു എടുപ്പും നടപ്പും, അതിന് മാറ്റി ചിന്തിക്കാൻ ആരുണ്ട് ഇന്ന് മലയാളത്തിൽ? ഇന്നല്ല, ആരുണ്ടായിരുന്നു? അങ്ങനെയൊരു തലയെടുപ്പുള്ള ഒരാളാണ് മമ്മൂട്ടി. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വേറെ ഒന്നും പറയേണ്ട. കാരണം വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുജൻ ഇബ്രാഹിം കുട്ടി അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ ഇച്ചക്കാക്കിയതാ, ഇതാണ് പ്രധാന മുറി, ഞങ്ങളുടെ തറവാട് ഇതാണ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ചാനലിലൂടെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെ മകനാണ് ഇന്നിപ്പോൾ DNL അഭിനയിക്കുന്ന പ്രധാന നടൻ. അതേ ശബ്ദം, അതേ ഗാംഭീര്യം. ഒരു ഇൻ്റർവ്യൂവിന് മമ്മൂക്കായെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ സ്ഥിരം ഇത് പറഞ്ഞ്
എന്നെ മടുപ്പിക്കല്ലേ. കാരണം മാമച്ചി എന്ന് വെച്ചാൽ അമ്മാവൻ മാമച്ചി എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ എന്നെ പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ മടുപ്പ് തോന്നുന്നില്ലേ? ആയിരിക്കാം, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണല്ലോ. എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് മാമച്ചിയുടെ മമ്മൂക്ക എന്ന് നിങ്ങൾ വിളിക്കുന്ന ആളിൻ്റെ സഹോദരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പോലെ ഇരിക്കുന്നതും ആ ശബ്ദം അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നതും. എപ്പോഴും നിങ്ങളത് ആവർത്തിക്കുമ്പം ഇപ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നില്ലേ? അത് അദ്ദേഹത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ എപ്പോഴും പറയുമ്പോൾ ഒരു മടുപ്പ് തോന്നില്ല എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഞാൻ ചക്കരയും എടുക്കുന്ന സമയത്ത് തന്നെ ഇബ്രാഹിം കുട്ടി മൂത്ത അനിയനാണ്, അതായത് ഇദ്ദേഹത്തിന് നേരെയുള്ള അനിയൻ. ഇബ്രാഹിം കുട്ടി വരാറുണ്ടായിരുന്നു. പിന്നെ സക്കറിയ വേറെ അനിയനാണ്, അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ 2 സഹോദരന്മാരാണെന്നുള്ളതാണ് എനിക്കറിയാം. 2 പേരുമായിട്ട് ഞാൻ നല്ല പരിചയത്തിലാണ്. അങ്ങനെ വരും. പിന്നീട് പല പ്രാവശ്യങ്ങളായിട്ട് പുള്ളിക്കാരൻ പലപ്പോഴും പറയും. പക്ഷേ എന്നാലും ഇച്ചാക്ക ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ വരുന്നു എന്ന രീതിയിലൊന്നും അവർ വരികയൊന്നുമില്ല. മമ്മൂട്ടി അങ്ങനെ വരുത്തുകയില്ല, താല്പര്യവുമില്ല. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞത്. ഇപ്പോൾ തനിയാവർത്തനത്തിൽ ബാലൻ മാഷായാലും ശരി, പിന്നെ അമരത്തിൽ അച്ചുട്ടി ആയാലും ശരി, ഇങ്ങനെ മൃഗയായാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എണ്ണി പറഞ്ഞാൽ എന്തോരം കഥാപാത്രങ്ങളാണ്. ഓടിയ പടങ്ങളുണ്ട്, ഓടാത്ത പടങ്ങളുണ്ട്. ഓടിയ പടങ്ങളിൽ അദ്ദേഹത്തിന് നമ്മൾ വാനോളം പ്രശംസിച്ച് പറയുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഓടാത്ത പടങ്ങളെക്കുറിച്ചും അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ മറക്കാവുന്നതല്ല. എന്തിന് TV ചന്ദ്രൻ്റെ പടങ്ങളില്ലേ ആ പൊന്തന്മാടെയൊക്കെ, പിന്നെ വിധേയൻ, എന്ത് നല്ല റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഒരു മമ്മൂട്ടിയാണോ ഈ വേഷം ചെയ്തിരിക്കുന്നത് തോന്നിപ്പോയില്ലേ? ഒരിക്കൽ നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഏതെല്ലാം സിനിമകളിൽ മമ്മൂട്ടി മേള, വിൽക്കാരൻ്റെ സ്വപ്നങ്ങളിൽ, ദേവലോകം, അതും MT സാറിൻ്റെയാണ് ഒക്കെ അഭിനയിച്ചുവെങ്കിലും എൻ്റെ സിനിമയിൽ രതീഷ് എന്ന നടനായിരുന്നു അതുവരെ ഹീറോ ആയിട്ട് അഭിനയിച്ചിരുന്നത്. രതീഷിനെ മാറ്റിക്കൊണ്ട് എൻ്റെ പടത്തിൽ ഞാൻ നല്ല പ്രധാന വേഷം കൊടുത്തത് മമ്മൂട്ടിക്കാണ്. മുന്നേറ്റം, അതെന്തോ ഒരു ഇരുത്തം വന്നതുപോലെ, ഒരു അറം പറ്റിയതുപോലെ മമ്മൂട്ടിയുടെ മുന്നേറ്റമായിരുന്നു എന്ന് സന്തോഷത്തോടുകൂടി ആധികാരികമായിട്ട് തമ്പി സാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ വേറൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അഭിമാനപൂർവ്വം പറയാവുന്നതാണ് വിജയ മൂവീസ് പ്രൊഡക്ഷൻസ്. അത് വിജയ മൂവീസ് പ്രൊഡക്ഷൻസിൽ ഇപ്പോൾ എൻ്റെ സ്ഥിരം നിർമ്മാതാക്കൾ സേവ്യറും ജോളി സേവ്യറുമാണ്. അവർ ബ്രദേഴ്സാണ്. അവർ മൂത്ത സഹോദരനാണ് ബാബു സേവ്യർ. ബാബു സേവ്യറിൻ്റെ ഭാര്യയാണ് ഷീല. അവർ ഷീലയുടെ പേരിൽ ഷീലാമ്മയുടെ പേരിൽ എടുത്ത പടമാണ് സ്ഫോടനം. എന്തായാലും വിജയ മൂവീസ് പടങ്ങളാണെന്ന് പറയപ്പെടുന്നത്. ആ സ്ഫോടനം എന്ന പടത്തിൽ ബാബു സേവ്യർ പ്രധാനമായൊരു വേഷം സുകുമാരനോടൊപ്പവും ജയനോടൊപ്പവും നല്ലൊരു വേഷമാണ് ഞാൻ മമ്മൂട്ടിക്ക് കൊടുത്തത്. അദ്ദേഹം അത് മമ്മൂട്ടി എന്നോട് എപ്പോഴും പറയും. കാരണം ചക്കരയും ആ സമയത്ത് ഞാൻ സുഭാഷ് പാർക്കിൻ്റെ അതിലേക്കൂടെ വരുമ്പോൾ മമ്മൂട്ടി പറഞ്ഞാൽ ഓർക്കും, സാജാ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിൽ ജോളി സേവറിൻ്റെ SD ബൈക്കിൻ്റെ പുറകിൽ ഇതിലേക്കൂടെ സുഭാഷ് പാർക്കിൻ്റെ ഇതിലേക്കൂടെ എന്നെ കൊണ്ടുവരുമ്പം BTHനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറയും, മമ്മൂട്ടി ഓർമ്മയുണ്ടെന്ന്. അപ്പോൾ മമ്മൂട്ടി പറയുമത്രേ, എന്താ ജോളി, എന്നെ ഓർമ്മിപ്പിക്കാനാണോ? ആദ്യമായിട്ട് ഞാൻ രോമാഞ്ച പുളകിത ഗാത്രനായത് ഇവിടെ വെച്ചല്ലേ എന്ന് ചോദിക്കും അത്രേ. സംഭവം ഒന്നുമല്ല, ഒരു സസ്പെൻസായിട്ട് പറയുകയാണ്. ജോളി പോയിട്ട് അപ്പച്ചനോട് പറഞ്ഞു, സേവ്യർ സാറിനോട്, അവരുടെ പിതാവ് വിജയ മൂവീസ് പ്രൊഡക്ഷൻസ്. അദ്ദേഹം പഴയ ഡിസ്ട്രിബ്യൂട്ടറാണ്. എല്ലാ സിനിമകളും എടുക്കുന്ന വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നാണ് സെൻട്രൽ പിക്ചേഴ്സ്, വിജയ മൂവീസ്, ജോളി ഫിലിംസിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് സിനിമ എടുത്തിട്ടുണ്ട്. അതൊന്നാണ് ജോളി. അപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, അതായത് ജോളിയോട് മമ്മൂട്ടി പറഞ്ഞത്രേ, ഞാനിതിൽ പ്രധാന വേഷം നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ ഈ പടത്തിൽ ഷീലാമ്മയുടെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. എൻ്റെ തലയും കൂടെ എന്തെങ്കിലും ഒരു പോസ്റ്ററിൽ ഒരു മൂലയിലെങ്കിലും വെച്ചൂടെ എന്നും കണ്ട് എന്നോ മറ്റോ മമ്മൂട്ടി ജോളിയോട് പറഞ്ഞത്രേ. ജോളി ചിരിച്ചുകൊണ്ടൊന്നും പറഞ്ഞില്ല. നേരെ പോയി അപ്പച്ചോട് പറഞ്ഞു, അപ്പച്ച നമ്മുടെ ഈ പടത്തിൽ നല്ലൊരു വേഷമല്ലേ ഇവിടെ പുതുമുഖമായിട്ടുള്ള വന്നാൽ മമ്മൂട്ടി ചെയ്യുന്നത്, മമ്മൂട്ടി മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞു, ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് പറഞ്ഞപ്പം സേവ്യർ സാർ രണ്ടൊന്നും ചിന്തിക്കാതെ മറ്റൊന്നും ചിന്തിക്കാതെ ഡിസൈനറെ വിളിച്ചു വരുത്തി, പ്രധാന വേഷമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു പുതുമുഖം ഉണ്ടല്ലോ മമ്മൂട്ടി, അതിന് മമ്മൂട്ടിക്ക് അവർ പേര് കൊടുത്തിരിക്കുന്നത് PG വിശ്വംഭരനാണ് ഡയറക്ടർ. PG വിശ്വംഭരനോട് പറഞ്ഞില്ല, കാരണം ഒരു പക്ഷേ വേണ്ട എന്ന് പറഞ്ഞാലോ, പുള്ളി പറയില്ല എങ്കിലും പറഞ്ഞാലോ ഒരു ഡയറക്ടർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർമ്മാതാവ് നിർബന്ധം പിടിക്കില്ല. കാരണം എന്തിനാണ് മുഷിപ്പിക്കുന്നത്? പണം മുടക്കുന്ന നിർമ്മാതാവാണെങ്കിലും ഒരു സംവിധായകൻ പറഞ്ഞതിന് അദ്ദേഹത്തിന് വേണ്ട എന്ന് പറഞ്ഞു പോയാൽ പിന്നെ
പറയാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പണമുടക്കം നിർമ്മാതാവാണ്, അദ്ദേഹത്തിന് എന്തും ചെയ്യാം എങ്ങനെ തന്നെയാണ്. എങ്കിലും അത് ഡയറക്ടറെടുത്തോലും പറയാതെ സേവ്യർ സാർ പറഞ്ഞു, ജോളി അദ്ദേഹത്തിൻ്റെ സ്റ്റില്ലെടുത്തിട്ട് മെഡിസിനറി കൊടുക്ക്, എന്നിട്ട് ജയനോടൊപ്പം സുകുമാരനോടൊപ്പം അതേ വലിപ്പത്തിൽ ഒരു തല ഈ പുതുമുഖ ചെറുപ്പക്കാരനും ചെയ്തു. ജോളിക്ക് ഭയങ്കര സന്തോഷമായി. ജോളി എന്ത് ചെയ്ത് അത് നമ്മുടെ അടുത്ത് പറയാൻ പോയില്ല. എന്നിട്ട് 6 ഷീറ്റ്, സാധാരണ സിംഗിൾ ഷീറ്റ് 20-30 30-40 മണിക്കാനുള്ള ഷീറ്റുകൾ വന്നത്, 6 ഷീറ്റുകൾ ചേരുന്നതാണ് 6 ഷീറ്റ്. വലിയ നീളത്തിൽ പോസ്റ്റ് ഒട്ടിക്കില്ലേ, 6 ഷീറ്റ് എന്നാണ് പറയുന്നത്. 6 ഷീറ്റുകൾ അടുപ്പിച്ച് 3-3 6 അതിൽ വലിയ വലിയ തലകൾ. പണ്ട് അത് സിനിമക്കാർക്ക് അറിയാം, അല്ലാതെ നിങ്ങളും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. വലിയ ഷീറ്റ് 30-40 20-30 ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. 6 ഷീറ്റിൽ അങ്ങനെ മമ്മൂട്ടിയെ ഈ ജോളി ഈ SD ബൈക്കിൻ്റെ പുറകിലെത്തിക്കൊണ്ട് വന്നിട്ട് അവിടെ ചവിട്ടി നിർത്തിയിട്ട് മമ്മൂട്ടിയെ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പം മമ്മൂട്ടി പറയുകയാണ്, എൻ്റെ പൊന്ന് സാജ, ഓ എനിക്ക് ജീവിതത്തിൽ ഇത്രയും വലിയ സന്തോഷം ഉണ്ടായത് ഒരു നിമിഷം എനിക്കുണ്ടായിട്ടില്ല എന്നാണ് ജോളിയോട് മമ്മൂട്ടി പറഞ്ഞതും മമ്മൂട്ടി എന്നോട് പറഞ്ഞതും. വേറെ ആരും പറഞ്ഞതല്ല, നേരിട്ട് പറഞ്ഞതാണ്. ആ സൗഹൃദം, ആ സ്നേഹമാണ് എൻ്റെ വിജയ മൂവീസ് പടങ്ങളിൽ, മമ്മൂട്ടി എല്ലാ പടങ്ങളിലും, കൂട്ടിളങ്ങളി ആവട്ടെ, ഒരു നോക്ക് കാണാനാവട്ടെ, സ്നേഹമുള്ള സിംഹമാവട്ടെ, ഇന്ന് അതിൻ്റെ നിമ്മിന്നാവട്ടെ, മമ്മൂട്ടിക്ക് ഡേറ്റ് ഇല്ലെങ്കിൽ മാത്രമേ ഈ വിജയ മൂവീസ് വേറെ ചിത്രങ്ങളിൽ ചിന്തിച്ചിരുന്നുള്ളൂ. ഇന്നിപ്പോൾ സേവ്യർ സാർ, വലിയ സേവ്യർ സാർ മരണപ്പെട്ടു പോയി. സേവ്യർ എന്ന് പറയുന്ന മകൻ ഇപ്പം കൊച്ചിയിൽ വേറെ ബിസിനസ് ചെയ്യുന്നു. പിന്നെ ജോളി സേവ്യർ അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്നു. ബാബു സേവ്യർ ഇപ്പം ചെന്നൈയിലാണ്. അദ്ദേഹം കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കായി. ഇപ്പം കംപ്ലീറ്റ് ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ള സിനിമ ടെക്നിക്സ് അല്ലല്ലോ. അതുകൊണ്ട് അവരിപ്പോൾ സിനിമ നിർമ്മാണം നിർത്തി. അവസാനം മമ്മൂട്ടിയുടെ ഡേറ്റ് ഇല്ലാതെ ഞാനെടുത്താണ് വിജയ മൂവീസിൻ്റെ നിറഭേദങ്ങളും പിന്നെ മംഗല്യസൂത്രവും. അത് എങ്കിലും മമ്മൂട്ടി ഇല്ലാത്തൊരു പോരായ്മ വിജയ മൂവീസിനുണ്ട്, എനിക്കുമുണ്ട്, ഇല്ലെന്നില്ല. കാരണം ഇത്രയും വലിയ നടനെ വെച്ചിട്ട് നമ്മൾ സിനിമ എടുക്കുമ്പം അതിൻ്റേതായ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അത് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഒരു പടം ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വലിയ സംവിധാനമായി കഴിഞ്ഞു, വലിയ ചിത്രമായി കഴിഞ്ഞു, മേക്കിംഗ് എങ്ങനെയാണ് എന്നെല്ലാം ധാരണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ പ്രമേയുഗം 3 ആളുകൾ, മമ്മൂട്ടിയല്ലേ അതിൻ്റെ സെൻട്രൽ ഫിഗർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ കാലത്ത് ആരെങ്കിലും അങ്ങനെ പടം കാണാൻ പോകുമോ? മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളിനെ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. മറ്റു പേര് മോശമൊന്നുമല്ല, നല്ല മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഞാനതെൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പ്രേക്ഷകർക്ക് പിന്നെ അദ്ദേഹം ചെമ്പിൽ ജനിച്ചെന്നും 1951 സെപ്റ്റംബർ 7-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം, അതെനിക്കറിയാം. പിന്നെ തുടർന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മഹാരാജാസ് കോളേജിലായെന്നും പിന്നെ അനുഭവങ്ങൾ പാളിച്ചകളിലെ പുള്ളി അഭിനയിക്കാൻ 1971 പോയ കാര്യം അത് നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നീട് കാലചക്ര എന്ന സിനിമയിൽ അദ്ദേഹം നസീർ സാർ തോണിക്കാരനായിരിക്കുമ്പം അതിന് പകരമായിട്ട് ഒരു വെലിഞ്ഞ ഉണങ്ങിയ ചെറുപ്പക്കാരൻ, അത് അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കളക്ഷൻസിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ അദ്ദേഹം ആദ്യം അഭിനയിക്കുന്നൊരു കൊച്ചു അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ബഹദൂറിൻ്റെ കൂടെ ഓടി വന്ന 2 ഗുണ്ടകൾ, പുള്ളിങ്ങനെ ഓടി വരുമ്പോൾ സേതുമാൻ സാറാണ് ഡയറക്ടർ. അതിൽ ഒരു ഗുണ്ടയായിട്ട് മെലിഞ്ഞ ചെറുപ്പക്കാരനാണ്. ഒരു മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടിയുടെ പറയുന്ന രീതി തന്നെ എൻ്റെ ആൽബത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതിലൊരു 20 വയസ്സുള്ളൊരു മീശ മുളയ്ക്കാത്ത ചെറുപ്പക്കാരൻ, മമ്മൂട്ടി പറയുന്നത് അതിൽ തന്നെ മമ്മൂട്ടി പറഞ്ഞു, ഇങ്ങനെ ഓടി വന്നിട്ട് പുള്ളിക്കാരന് വായും തുറന്ന് പിടിച്ച് കണ്ണു അടച്ചിട്ട് വരുന്നത്. കാരണം അന്ന് ഈ റിഫ്ലക്ടർ ലൈറ്റിൻ്റെ എടുത്തിട്ട് കണ്ണടിക്കുമ്പോൾ കണ്ണ് തുറക്കാക്കില്ല, കണ്ണൊന്ന് അടഞ്ഞു പോകും. അത് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ കണ്ണ് തുറന്ന് ഓടിക്കും. 2 പ്രാവശ്യം ആയപ്പോഴത്തേക്ക് സേതുമാൻ സാർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വാദം ഒന്ന് പഠിക്കുന്നത്, വാദം ഒന്ന് വരുന്നത്, എന്തിനാ കണ്ണടയ്ക്കുന്നത്? അങ്ങനെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി. മമ്മൂട്ടിക്ക് കരയാൻ തോന്നിയെന്നാണ് പറയുന്നത്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, സാർ ഞാൻ കണ്ണ് അടക്കില്ല സാർ, ഞാൻ വാ തുറക്കില്ല സാർ എന്ന് പറഞ്ഞ് പുള്ളി ചെയ്തു, നന്നായിട്ട് ചെയ്തു. ഇത് പുള്ളിക്കാരൻ കോളേജിൽ പോയിട്ട് കൂട്ടുകാരടുത്ത് പറഞ്ഞു, ഷേണായ്സൽ റിലീസിന് കൂട്ടുകാരെ പോയി കണ്ടു. പുള്ളി എങ്ങോട്ടും നെഞ്ചൊടിപ്പാണ്, എൻ്റെ സീനുണ്ടോ ഇല്ലേ എന്നുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് അദ്ദേഹം അഭിനയിച്ച സീനുണ്ടായിരുന്നു. അന്ന് പുള്ളി താരമായി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നീടാണ് 1973 കാലയക്കത്തിൽ അഭിനയിക്കുന്നത്. അതിലാണ് അടൂർ ഫാസി ഓടി വന്നിട്ട് എന്തോ ഡയലോഗുണ്ട്. അപ്പോൾ നസീർ സാർ പറയും അത്രേ, അത് ആ സീനിലില്ല, എടോ താൻ എനിക്ക് വന്ന പകരക്കാരനാണല്ലേ എന്ന് ചോദിക്കത്രേ. അത് ശരിക്കും അറം പറ്റിയതുപോലെ ആയില്ലേ. ഏതായാലും അതിനേക്കാൾ മുകളിൽ നമ്മുടെ മമ്മൂട്ടി വന്നു. ഇനിയും കുറേ വർഷങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് ലഭിക്കും. ഇന്ന് നിങ്ങളുടെ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്നും ബാക്കിയൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം എനിക്ക് ബൈഹാർട്ടാണ് മമ്മൂട്ടിയെക്കുറിച്ച്. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.